ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റിസോർട്ടിൻ്റെ റിവ്യൂവും അതുപോലെ തന്നെ ആ റിസോർട്ട് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് റിതം എന്ന് പറഞ്ഞിട്ടുള്ള കുമരകത്തുള്ള ഒരു 5 സ്റ്റാർ റിസോർട്ടിലാണ്. നമ്മളൊരു 2 ഡേയ്സ് സ്റ്റേക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. പിള്ളേരെയും കൊണ്ടൊരു സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് വന്നതാണ്. ഒരു 2 ഡേയ്സ് സ്റ്റേക്കേഷന് വേണ്ടി വന്നതാണ്. ഇത് പറയുന്ന പോലെ തന്നെ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു നല്ല റിസോർട്ട് തന്നെയാണ്. നമ്മൾ ഇവിടുത്തെ അമ്യൂണിറ്റീസും അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും കണ്ടിട്ടാണ് നമ്മളിവിടെ ബുക്ക് ചെയ്തത്. നമ്മൾ ഒരുപാട് മുന്നേ തന്നെ ഓൾമോസ്റ്റ് ഒരു 3 മന്ത്സ് മുന്നേ തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ 2 ഡേയ്സ് സ്റ്റേ എടുത്തതുകൊണ്ട് നമുക്ക് റേറ്റൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇവിടെ പല കാറ്റഗറിയിലുള്ള റൂംസ് ആണുള്ളത്. പൂളായിട്ടുള്ള കോട്ടേജ് ഉണ്ട്, നമുക്ക് പ്രൈവറ്റ് പൂൾസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ വില്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കോട്ടേജസ് ഉണ്ട്. പൂൾ ഫേസിങ്ങും ലേക്ക് ഫേസിങ്ങും ഒക്കെ ആയിട്ടുള്ള ഡിഫറെൻറ്റ് റൂംസ് ആണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവരുടെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഓക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് ആകെ പറയാനൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ സർവീസ് ഭയങ്കര മോശമായിട്ട് തോന്നി. കാരണം നമ്മൾ റൂമിലേക്ക് തന്നെ എന്തെങ്കിലും സംഭവങ്ങൾ നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് അവർ കൊണ്ടു തരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു സംഭവം എനിക്ക് ഭയങ്കര വേഴ്സ്റ്റായിട്ട് തോന്നി. അതുപോലെ തന്നെ ഫുഡാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഓവർ റേറ്റഡ് ആയിട്ട് തോന്നി. ശരിയാണ്, കാര്യം ശരിയാണ്, 5 സ്റ്റാർ ഒക്കെയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള റേറ്റ്സും ഒക്കെ ആയിരിക്കും. എന്നാലും എനിക്ക് കുറച്ച് ഓവർ റേറ്റഡ് പോലെ എനിക്ക് തോന്നി. അത് മാത്രമാണ് ആകെ ഒരു പ്രശ്നമായിട്ട് ഇവിടെ തോന്നിയത്. ബാക്കി നമുക്ക് എല്ലാ സംഭവങ്ങളും ഭയങ്കര അടിപൊളിയായിരുന്നു. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും, അതായത് നമുക്ക് വന്നിരിക്കാനുള്ള സ്പേസ് ആണെന്നുണ്ടെങ്കിലും കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവർ റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പൺ റെസ്റ്റോറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചൂടുള്ള കാലാവസ്ഥയിൽ നമുക്ക് ഒട്ടും ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അവിടെ ഭയങ്കരമായിട്ട് നമുക്ക് ചൂടെടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനൊരു സമാധാനമായിട്ടിരുന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. അത് ക്ലൈമറ്റിൻ്റെ പ്രത്യേകതയായിരുന്നു. ഒരു പക്ഷേ ഒരു AC റെസ്റ്റോറൻ്റൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സമാധാനമായിട്ട് പീസ്ഫുള്ളായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതും എനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നി. പക്ഷേ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ എല്ലാവർക്കും, അതായത് വിദേശികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവരത് അറേഞ്ച് ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു ക്ലൈമറ്റിൻ്റെ പ്രശ്നം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ചൂട് എനിക്ക് അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് തോന്നി. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ലോങ്ങസ്റ്റ് പൂളിൽ ഒന്നായ ഒരെണ്ണം ഇവിടെയാണുള്ളത്. ഞാൻ ഗൂഗിളൊക്കെ ചെയ്തപ്പോഴും കണ്ടത് ഇന്ത്യാസ് ലോങ്ങസ്റ്റ് പൂൾ റിസോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ കാണുന്നത് റിതം കുമരകം എന്നാണ്. എൻ്റെ അറിവ് ശരിയാണോ എന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലത്തെ ലോങ്ങസ്റ്റ് പൂളുള്ള റിസോർട്ട് ഇത് തന്നെയാണ്. ഇവിടെ തന്നെ നമുക്ക് കുട്ടികൾക്കുള്ള പൂളും അതുപോലെ തന്നെ വലിയ ആളുകൾക്കുള്ള പൂളും ഇവർ തിരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടികളുടെ പൂളിൽ തന്നെ ആരും ഇറങ്ങുന്നില്ല. കാരണം അത്രയും ലോങ് ആയിട്ടുള്ളൊരു പൂളായതുകൊണ്ട് തന്നെ അതിൽ തന്നെയാണ് എല്ലാവരും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് നമുക്കൊരു ഫോട്ടോഷൂട്ടിനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ഇവൻറ്റ് നടത്താനൊക്കെ പറ്റിയ ഒരു ഭയങ്കര
ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ പൂൾ സൈഡ് തന്നെ മതി നമുക്ക് ഈ ഒരു റിസോർട്ടിലേക്ക് കൂടുതലും ആളുകളെ ആകർഷിക്കാനുള്ളൊരു മെയിൻ സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ട്. ഇത് തന്നെയാണ് അതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ. ഈ ഒരു ലോങ്ങസ്റ്റ് പൂൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ വരുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഭയങ്കര കാമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ്. പിന്നെ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ ചൂടുള്ള സമയത്ത് നിങ്ങൾക്ക് വരുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു തണുത്ത സമയത്ത് വരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കുമരകത്തൊക്കെ ഭയങ്കര ചുട്ടുപൊള്ളുന്ന വെയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ക്ലൈമറ്റും കൂടി നോക്കിയിട്ട് വരാൻ ശ്രദ്ധിക്കാം. അതൊഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യേണ്ടവർക്ക് സ്റ്റേ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്ത സമയങ്ങളും അതുപോലെ തന്നെ കുട്ടികളുടെ നിമിഷങ്ങളായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം, നമ്മളുടെ റൂമിൻ്റെ ഡീറ്റെയിൽസും എല്ലാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് നീതു സൈനിങ് ഓഫ്. ബൈ.